മലയാളിയും കേരളക്കരയും ഓണവും തമ്മിൽ ഇഴപിരിയാത്ത ബന്ധമാണ്. ഏവരും ഒരേ മനസ്സോടെ നിറഞ്ഞ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന മലയാളിയുടെ പൈതൃക സാംസ്കാരിക ഉത്സവമാണ് ഓണം. ഇത്രയേറെ മലയാളിയുടെ സിരകളിൽ ഉന്മേഷവും ആത്മാവിൽ ആധിപത്യവും നേടിയ ഒരു ആഘോഷം മറ്റൊന്നില്ല എന്ന് തന്നെ പറയാം. അങ്ങനെയെങ്കിൽ ഓണത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഓണത്തപ്പനെക്കുറിച്ചും മാവേലി തമ്പുരാനെക്കുറിച്ചും അറിയണം. അതറിയണമെങ്കിൽ തൃക്കാക്കരയെയും തൃക്കാക്കര അപ്പനെയും കുറിച്ച് അറിയണം. ഇതൊക്കെ അറിയാൻ നമുക്ക് അല്പം പിന്നിലേക്കൊന്ന് സഞ്ചരിക്കാം. ഒരുപക്ഷെ നമുക്ക് അവിടെ ഓണത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് മാത്രമല്ല മലയാളക്കരയുടെ ഉത്ഭവത്തെക്കുറിച്ച് തന്നെ അറിയുവാൻ കഴിയും. പണ്ട് കേരളദേശം വാണിരുന്ന മഹാനായ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. കേരളദേശം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കേരള ഭൂമിക അല്ല, ഒരു പക്ഷേ ഭാർഗവ കേരളം തന്നെ ആകണമെന്നില്ല, അതിലും വിശാലമായ ഒരു ഭൂപ്രദേശം. ആ മഹാനായ ചക്രവർത്തിയായിരുന്നു മഹാവിഷ്ണുവിന്റെ ഏറ്റവും വലിയ ഭക്തരിൽ ഒരാളായിരുന്ന പ്രഹ്ലാദന്റെ പൗത്രനായിരുന്ന ഇന്ദ്രസേനൻ എന്ന മഹാബലി, നമ്മുടെ സ്വന്തം മാവേലി തമ്പുരാൻ. പ്രജാക്ഷേമത്തിലും ഭരണ നൈപുണ്യത്തിലും പേരുകേട്ട മഹാനുഭാവൻ ആയിരുന്നു മഹാബലി. മഹാബലിയെക്കുറിച്ചും വാമനമൂർത്തിയെക്കുറിച്ചും ഓണത്തെക്കുറിച്ചും ധാരാളം ഐതിഹ്യങ്ങളും വാമൊഴികളും കെട്ടുകഥകളും ഉണ്ട്. എന്നാൽ അടിസ്ഥാന പ്രമാണമായി ഈ സന്ദർഭങ്ങൾ വിവരിക്കുന്നത് ഭാഗവതത്തിലാണ്. അതുപ്രകാരം മഹാബലി എല്ലാം തികഞ്ഞ ചക്രവർത്തി ആയിരുന്നെങ്കിലും ചെറിയ ഒരു അഹംഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. തന്റെ മഹാഭക്തന് അർഹമായ സ്ഥാനത്തിന് ആ ചെറിയ അഹംഭാവം പോലും പാടില്ല എന്നതായിരുന്നു ഭഗവത് തീരുമാനം. ഇത്തരത്തിൽ സ്വർഗലോകത്തിന്റെ അധിപൻ കൂടി ആകാൻ ബലിചക്രവർത്തി അശ്വമേധയാഗം നടത്തുന്ന വേളയിൽ ചെറിയ ഒരു ബ്രാഹ്മണ ബാലനായി ഭഗവാൻ യാഗശാലയിൽ എത്തുകയും 3 അടി മണ്ണ് ആവശ്യപ്പെടുകയും മഹാബലി അത് അനുവദിക്കുകയും ചെയ്തു. ആദ്യ അടിയിൽ ആകാശവും രണ്ടാമത്തെ അടിയിൽ ഭൂമിയും പാതാളവും അളന്നു. യാഗശാലയിൽ എത്തിയത് തന്റെ മഹാഗുരു കൂടിയായ വിഷ്ണു ഭഗവാൻ ആണെന്ന് മനസ്സിലാക്കിയ മഹാബലി തന്നിൽ അടങ്ങിയിരിക്കുന്ന അല്പ അഹംഭാവം കൂടി വെടിഞ്ഞ് പരമമായ ഗുരുകവയ്ക്കായി തന്റെ ശിരസ് താഴ്ത്തിക്കൊടുത്തു. തന്റെ ഭക്തനിൽ പൂർണ്ണ തൃപ്തനായ ഭഗവാൻ അദ്ദേഹം അർഹമായ സ്ഥാനത്തിന് യോഗ്യമായ അവസരത്തിൽ തന്റെ 3ാമത്തെ അടികൊണ്ട് ശിഷ്യനായ ബലിക്ക് ദീക്ഷ നൽകി അനുഗ്രഹിച്ച് സുതലം എന്ന ലോകത്തിന്റെ അധിപനാക്കി. കൂടാതെ മഹാബലിയുടെ ക്ഷേമാർത്ഥം സുതലത്തിന് കാവൽക്കാരനായി സ്വയം അവരോധിതനാവുകയും ചെയ്തു. അടുത്ത മന്വന്തരത്തിൽ സ്വർഗത്തിലെ ഇന്ദ്രപദവിയും വാഗ്ദാനം നൽകി ആശീർവദിച്ചു. ഇത്തരത്തിൽ ഭഗവാൻ വാമനമൂർത്തിയുടെ അവതാര ദിനവും മഹാബലി ചക്രവർത്തിയെ അനുഗ്രഹിച്ച് ശ്രേഷ്ഠ പദവിയിൽ അവരോധിച്ച ദിനവുമാണ് ചിങ്ങമാസത്തിലെ തിരുവോണം നാൾ. ഈ സംഭവ വികാസങ്ങൾ എല്ലാം നടക്കുന്നത് കാൽക്കരെ എന്ന ദേശത്തായിരുന്നു. ഇനി നമുക്ക് അല്പം കൂടി മുന്നോട്ട് സഞ്ചരിക്കാം. അങ്ങനെ കാൽക്കരെ എന്ന ദേശത്തിന്റെ മാഹാത്മ്യം കേട്ടറിഞ്ഞ കപില മഹർഷി കാൽക്കരയിലെത്തി ഭഗവാനെ പ്രീതിപ്പെടുത്തുവാനായി കഠിന തപസ് ചെയ്തു. ഏറെ നാൾ നീണ്ട തപസ്സിനൊടുവിൽ ഭഗവാൻ മഹർഷിക്ക് ദർശനം നൽകി. മഹർഷിയുടെ ആഗ്രഹപ്രകാരം ഭഗവാൻ വാമനഭാവത്തിൽ കാൽക്കരയിൽ തന്നെ നിത്യവാസം കൊള്ളാൻ തീരുമാനിച്ചു. അങ്ങനെ ഭഗവാന്റെ പുണ്യപാദം വന്നു പതിച്ച കാൽക്കരെ എന്ന ദേശം തിരുകാൽക്കരയായി മാറി. കാലാന്തരത്തിൽ തൃക്കാക്കരയും. ഇനി നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാം. മഹോദയപുരം ആസ്ഥാനമായി ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാളിന്റെ രാജ്യാതിർത്തിക്കുള്ളിലായിരുന്നു തൃക്കാക്കരയും. ചേരമാൻ പെരുമാൾ തന്റെ സാമന്ത രാജാക്കന്മാരുടെ സമ്മേളനം വിളിച്ചു കൂട്ടിയിരുന്നത് തൃക്കാക്കര ക്ഷേത്രത്തിലായിരുന്നു അത്രേ. കർക്കിടകത്തിൽ തിരുവോണം മുതൽ ചിങ്ങത്തിലെ തിരുവോണം വരെ അക്കാലത്ത് ഉത്സവമായിരുന്നു. 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് സമാപനം കുറിച്ച് അവസാനത്തെ 10 നാളിൽ ചിങ്ങമാസത്തിലെ അത്തം മുതൽ തിരുവോണം വരെ ഓണപ്പൂരമായിരുന്നു തൃക്കാക്കരയിൽ നടന്നിരുന്നത്. 56 നാട്ടുരാജാക്കന്മാരും 64 ഗ്രാമത്തലവന്മാരും ഇടപ്രഭുക്കളും പെരുമാൾ വിളിച്ചുകൂട്ടിയിരുന്ന തൃക്കാക്കര യോഗത്തിൽ പങ്കെടുത്തിരുന്നത്രേ. ഒരിക്കൽ ഇതിന് തടസ്സം നേരിട്ടപ്പോൾ തൃക്കാക്കരയിൽ എത്താൻ ആവാത്തവർ അവരവരുടെ വീടുകളിൽ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ച് ഓണം ആഘോഷിക്കാൻ ഉത്തരവിട്ടത്രേ. അങ്ങനെയാണ് മലയാളക്കരയാകെ ഓണാഘോഷം ഉണ്ടായതെന്ന് ഐതിഹ്യം. ചേരമാൻ പെരുമാളായ ഭാസ്കര രവിവർമ്മയാണ് ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചതെന്നും വാദമുണ്ട്. രാജാക്കന്മാർ തമ്മിലുള്ള പോരും പടലപ്പിണക്കവും മൂലം 12ാം നൂറ്റാണ്ടിൽ തൃക്കാക്കരയുടെ പ്രൗഢി കുറഞ്ഞു. ക്ഷേത്രം നാശോന്മുഖമായി. 1921 തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടത്തുകയും തുടർന്ന് ക്ഷേത്രം ഏറ്റെടുക്കുകയും ചെയ്തു എന്ന് ചരിത്രം. 1949 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചപ്പോൾ ക്ഷേത്രം ബോർഡിന് വിട്ടു നൽകി.
നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. എറണാകുളം ജില്ലയിൽ എറണാകുളത്ത് നിന്നും ഏകദേശം 8 കിലോമീറ്റർ മാറി കളമശ്ശേരി നഗരസഭയിൽ തൃക്കാക്കരയിൽ ആണ് ക്ഷേത്രത്തിന്റെ സ്ഥാനം. ഇടപ്പള്ളി പൂക്കാട്ടുപടി റോഡാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാനുള്ള പ്രധാന മാർഗം. 10 ഏക്കർ വിസ്തീർണമുള്ള അതിവിശാലമായ പ്രദേശത്താണ് ക്ഷേത്ര സമുച്ചയം. ഇവിടെ 2 ക്ഷേത്രങ്ങളാണുള്ളത്. അവ വാമനമൂർത്തി ക്ഷേത്രവും മറ്റൊന്ന് ശിവക്ഷേത്രവുമാകുന്നു. ക്ഷേത്രത്തിന്റെ മുൻഭാഗമായ കിഴക്ക് വശത്ത് മനോഹരമായ ക്ഷേത്രഗോപുരം ഉണ്ട്. ഇത് കടന്ന് ഉള്ളിലേക്ക് കയറിയാൽ സാമാന്യം വലിപ്പമുള്ള ആനക്കൊട്ടിലാണ്. ആനക്കൊട്ടിൽ കടന്നാൽ ഭഗവദ്വാഹമായ ഗരുഡ ഭഗവാനെ ശിരസിലേറ്റുന്ന ചെമ്പ് കൊടിമരത്തിന്റെ സ്ഥാനമാണ്. കൊടിമരം കടന്ന് ബലിക്കൽപുരയിൽ എത്തുമ്പോൾ അസാമാന്യ വലിപ്പമുള്ള ബലിക്കൽ ദർശിക്കാം. ഇത് പിച്ചളയിൽ പൊതിഞ്ഞ് സ്വർണം പൂശി സംരക്ഷിച്ചിരിക്കുന്നു. ബലിക്കൽപുരയുടെ മച്ചിൽ ബ്രഹ്മാവിന്റെയും അഷ്ടദിക്പാലകരുടെയും ചിത്രങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. വൃത്താകൃതിയിൽ തീർത്ത മനോഹരമായ ഒറ്റനില ശ്രീകോവിലാണ് ക്ഷേത്രത്തിലേത്. ചെമ്പുമേഞ്ഞ മേൽക്കൂരയ്ക്ക് മുകളിലായി സ്വർണ്ണ താഴികക്കുടം ശോഭയോടെ നിൽക്കുന്നു. ശ്രീകോവിലിനുള്ളിലേക്കുള്ള പടികൾ കരിങ്കല്ലിൽ നിർമ്മിച്ച് പിച്ചളയിൽ പൊതിഞ്ഞ് സ്വർണം പൂശിയിരിക്കുന്നു. ശ്രീകോവിലിനകത്ത് 5 മുറികളാണുള്ളത്. അതിൽ പടിഞ്ഞാറേ അറ്റത്താണ് ഗർഭഗൃഹം. 4 അടിയോളം ഉയരം വരുന്ന അഞ്ജനാശില നിർമ്മിതമായ വിഗ്രഹത്തിന് കിഴക്കോട്ട് ദർശനമായാണ് തൃക്കാക്കരയപ്പൻ കുടികൊള്ളുന്നത്. വാമനമൂർത്തി ഭാവമാണെങ്കിലും ചതുർബാഹുവായ മഹാവിഷ്ണു പ്രതിഷ്ഠയാണ്. നിൽക്കുന്ന രൂപത്തിലാണ് വിഗ്രഹം. അകത്ത് 5ഓളം മുറികൾ ഉള്ളതിനാൽ സോപാനത്തിൽ നിന്നും ഏകദേശം 30 അടി ദൂരം വിഗ്രഹത്തിലേക്കുണ്ട്. ഇത്രയും ദൂരമുള്ള പ്രതിഷ്ഠകൾ തന്നെ അപൂർവമാണ്. 4 തൃക്കൈകളിൽ ശംഖ്, ചക്രം, ഗദ, താമര എന്നിവ പിടിച്ച് തൃക്കാക്കരയപ്പൻ ഭക്തർക്ക് ദർശനം നൽകുന്നു. ശ്രീകോവിലിന്റെ പുറം ചുവരുകളിൽ രാമായണം, മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങളിൽ നിന്നുള്ള ധാരാളം ചുമർ ചിത്രങ്ങളും ദാരുശില്പങ്ങളും ആവിഷ്കരിച്ചിരിക്കുന്നു. ഗജമസ്തകത്തിലൂടെയാണ് ശ്രീകോവിലിന്റെ കഴുക്കോൽ താങ്ങി നിർത്തിയിരിക്കുന്നത്. വടക്കുഭാഗത്തായി ഓവ് നിർമ്മിച്ചിരിക്കുന്നു. ഭഗവാന് പാൽപായസം, അപ്പം, അട, ഉദയാസ്തമയ പൂജ, കളഭാഭിഷേകം, തുളസിമാല എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ശ്രീകോവിലിന് മുൻപിലായി ചതുരാകൃതിയിൽ നമസ്കാര മണ്ഡപം പണിതീർത്തിരിക്കുന്നു. 20 കാലുകളോടുകൂടിയ നമസ്കാര മണ്ഡപമാണിവിടെ. കരിങ്കല്ലിൽ തീർത്ത മണ്ഡപത്തിന്റെ മേൽക്കൂര ചെമ്പുമേഞ്ഞതാണ്. മുകളിലായി സ്വർണ്ണ താഴികക്കുടവും മേൽക്കൂരയിലും മച്ചിലുമായി ദാരുശില്പങ്ങളും കാണാം. 1001 കലശം വെച്ച് പൂജിക്കുവാനുള്ള സൗകര്യം ഇവിടെയുണ്ടെന്നാണ് കണക്ക്. നമസ്കാര മണ്ഡപത്തിന്റെ തെക്കുകിഴക്കേ മൂലയിൽ യക്ഷി പ്രതിഷ്ഠയുണ്ട്. വാൽക്കണ്ണാടി നോക്കുന്ന ഒരു സ്ത്രീയുടെ രൂപത്തിലാണ് യക്ഷിയമ്മ പ്രതിഷ്ഠ. 2 നേരവും ഇവിടെ വിളക്ക് വെപ്പുണ്ട്. യക്ഷിയമ്മയ്ക്ക് കരിവിളയും ചാന്തും നൽകുന്നത് വിശേഷമാണ്. നാലമ്പലത്തിന്റെ തെക്ക് കിഴക്കേ മൂലയിൽ തിടപ്പള്ളിയും വടക്ക് കിഴക്കേ മൂലയിൽ കിണറും കാണാം. ശ്രീകോവിലിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ പ്രത്യേകം ശ്രീകോവിലിൽ ദുർഗാ ഭഗവതി കുടികൊള്ളുന്നു. ശംഖചക്ര വരദാഭയങ്ങൾ ധരിച്ച ദുർഗാദേവിയാണിവിടെ. നമ്മാഴ്വാർ ഈ ദേവിയെ പെരുംശെൽവി നായിക, വാത്സല്യവല്ലി എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഭഗവതിക്ക് പട്ടും താലിയും ചാർത്തൽ, കൂട്ടുപായസം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. വടക്കു പടിഞ്ഞാറേ മൂലയിൽ പ്രത്യേകം ശ്രീകോവിലിലാണ് അയ്യപ്പസ്വാമി പ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനമായ ഭഗവാന് നീരാഞ്ജനം ആണ് പ്രധാന വഴിപാട്. വടക്കു കിഴക്കേ മൂലയിൽ പടിഞ്ഞാറ് ദർശനമായി ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠ കാണാം. ഭഗവാന് ഇവിടെ ഗോപാലകൃഷ്ണ ഭാവമാണ്. 4 അടി ഉയരം വരുന്ന മനോഹരമായ ശിലാവിഗ്രഹം തൃക്കൈയിൽ കാലിക്കോലും ഓടക്കുഴലുമേന്തിയ ഗോപാലക ഭാവത്തിലാണ്. കടമ്പാട്ട് തേവർ എന്ന് ഭഗവാൻ അറിയപ്പെടുന്നു. തൃക്കൈ വെണ്ണ, പാൽപായസം, തുളസിമാല, സഹസ്രനാമാർച്ചന എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ശ്രീകോവിലിന് ചുറ്റുമായി അകത്തെ ബലിവട്ടം പണിതിരിക്കുന്നു. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ വടക്ക് കിഴക്ക് ഭാഗത്തായി ബ്രഹ്മരക്ഷസ് കുടികൊള്ളുന്നു. സാധാരണ ക്ഷേത്രങ്ങളിൽ ബ്രഹ്മരക്ഷസിന് ഒരു തറ മാത്രമാണ് പതിവുള്ളത്. അതിൽ നിന്നും വിഭിന്നമായി തൃക്കാക്കരയിൽ ശ്രീകോവിലിനുള്ളിലാണ് കുടിയിരുത്തിയിരിക്കുന്നത്. ഉഗ്രഭാവത്തിൽ ഉള്ള പ്രതിഷ്ഠയായതിനാലാണ് പ്രത്യേക ശ്രീകോവിൽ. ഇവിടെ പണ്ട് ആത്മഹത്യ ചെയ്ത ഒരു ബ്രാഹ്മണ ബാലനാണ് ബ്രഹ്മരക്ഷസായി വാഴുന്നതെന്നാണ് വിശ്വാസം. ഇതിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. തൃക്കാക്കരയപ്പന്റെ നടയിൽ ഭജനമിരുന്ന ഈ ഉണ്ണി ഒരിക്കൽ കദളിപ്പഴം മോഷ്ടിച്ചുവെന്ന കുറ്റത്തിന് ശിക്ഷ കേൾക്കുകയും തുടർന്ന് ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു അത്രേ. മരിക്കും മുമ്പ് അവൻ ഭഗവത് ചൈതന്യം നശിച്ചു പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. ഈ ശാപമാണ് ക്ഷേത്രത്തെ 12-ാം നൂറ്റാണ്ടിൽ അധപ്പതനത്തിൽ എത്തിച്ചതെന്ന് വിശ്വസിച്ചു വരുന്നു.
പിന്നീട് ക്ഷേത്രം നവീകരിച്ച് പുനഃപ്രതിഷ്ഠ നടത്തി ഗതകാല പ്രൗഢിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഈ ബ്രഹ്മരക്ഷസിന് ഉപദേവനായി കുടിയിരുത്തുകയായിരുന്നു. ഇന്ന് ക്ഷേത്രത്തിലെ ഓരോ ചടങ്ങും ഈ ബ്രഹ്മരക്ഷസിനെ പ്രീതിപ്പെടുത്തിയേ നടത്താറുള്ളൂ. ഭഗവാന്റെ ഉച്ഛിഷ്ടമാണ് ബ്രഹ്മരക്ഷസിന്റെ വഴിപാട്. കിഴക്കും പടിഞ്ഞാറും നടകളിലുള്ള ഗോപുരങ്ങൾക്ക് നേരെ മുൻപിലും ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ തെക്കുഭാഗത്തും പുണ്യവൃക്ഷമായ അരയാലുണ്ട്. പടിഞ്ഞാറു ഭാഗത്തുള്ള ഒരു ആൽമരത്തിന് ചുവട്ടിലാണ് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ. നാഗരാജാവായ അനന്തനും നാഗയക്ഷിയും നാഗകന്യകയും നാഗചാമുണ്ടിയും പരിവാരങ്ങളും ഇവിടെ കുടികൊള്ളുന്നു. ഒപ്പം ചിത്രകൂടവും. വടക്കു ഭാഗത്തായി കപിലതീർത്ഥം എന്ന പേരിൽ മനോഹരമായ ഒരു ക്ഷേത്രകുളമുണ്ട്. ക്ഷേത്രപ്രതിഷ്ഠ നടത്തി എന്ന് ഐതിഹ്യമുള്ള കപില മഹർഷിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ കുളം വളരെ പവിത്രമായി കരുതി സംരക്ഷിച്ചു വരുന്നു. ക്ഷേത്രം തന്ത്രിക്കും ശാന്തിമാർക്കും മാത്രമാണ് ഇവിടെ പ്രവേശനം. വടക്ക് ഭാഗത്ത് തന്നെ ക്ഷേത്രം മതിൽക്കെട്ടിന് പുറത്തായി പൊതു ആവശ്യങ്ങൾക്കായുള്ള ക്ഷേത്രകുളമുണ്ട്. ഭഗവാന്റെ ആറാട്ട് നടക്കുന്ന കുളം കൂടിയാണിത്. ക്ഷേത്രത്തിന് വടക്ക് കിഴക്ക് ഭാഗത്തായി ഊട്ടുപുരയും മതിൽക്കെട്ടിന് പുറത്ത് പടിഞ്ഞാറ് ഭാഗത്തായി നക്ഷത്ര ഉദ്യാനവുമുണ്ട്. ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തായാണ് മഹാബലിയുടെ ആസ്ഥാനം. ഇവിടെ നിത്യവും വിളക്ക് കത്തിപ്പുണ്ട്. തൃക്കാക്കര ക്ഷേത്ര സമുച്ചയത്തിലെ രണ്ടാമത്തെ ക്ഷേത്രം ശിവഭഗവാന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ശ്രീ തെക്കുംതേവർ എന്ന് ഭഗവാൻ ഇവിടെ അറിയപ്പെടുന്നു. ശിവഭക്തനായ മഹാബലി ആരാധിച്ചിരുന്നതാണ് ഈ ശിവലിംഗം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരടിയോളം വലിപ്പമുള്ള സ്വയംഭൂവായ ശിവലിംഗം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ധാരയാണ് ഭഗവാന് പ്രധാന വഴിപാട്. കൂടാതെ ശംഖാഭിഷേകം, പൂവളമാല, പിൻവിളക്ക്, ഉമാമഹേശ്വര പൂജ എന്നിവയും ഭക്തർ ഇവിടെ നടത്തിവരുന്നു. ശിവക്ഷേത്രത്തിലെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിഴക്ക് ദർശനമായി സർവവിഘ്നഹരനും ശിവപാർവതി പുത്രനുമായ ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നു. ഒരടി മാത്രം ഉയരമുള്ള ചെറിയ പ്രതിഷ്ഠയാണിവിടെ. വിഘ്നേശ്വര പ്രീതിക്കായി നിത്യേന ഗണപതി ഹോമം നടത്തിവരുന്നു. ഒറ്റയപ്പം, മോദകം, കറുകമാല എന്നിവയും വിഘ്നേശ്വര ഭക്തർ ഇവിടെ വഴിപാടായി നടത്തുന്നു. വടക്കു പടിഞ്ഞാറേ മൂലയിൽ കിഴക്ക് ദർശനമായി പ്രണവത്തിന്റെ പൊരുളറിഞ്ഞ ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യസ്വാമി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ബാലസുബ്രഹ്മണ്യനാണ് ഇവിടെ. 3 അടി ഉയരം വരുന്ന വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. വലത്തെ കൈകൊണ്ട് അനുഗ്രഹിച്ച് ഇടത്തെ കൈ അരയിൽ കുത്തി നിൽക്കുന്ന രൂപത്തിലാണ് സുബ്രഹ്മണ്യൻ. വലത്തെ ചുമലിൽ വേലും കാണാം. പാലഭിഷേകം, നാരങ്ങാമാല, പഞ്ചാമൃതം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ശ്രീമുരുകന്റെ ശ്രീകോവിലിന് തൊട്ടടുത്താണ് ദുർഗാദേവിയുടെ ശ്രീകോവിലും. ശാന്തരൂപിണിയായി കിഴക്കോട്ട് ദർശനമായി ദേവി കുടികൊള്ളുന്നു. ചതുർബാഹുവായ ദേവി തൃക്കൈകളിൽ ശംഖ്, ചക്ര, വരദാഭയ മുദ്രകൾ ധരിച്ചിരിക്കുന്നു. പട്ടും താലിയും ചാർത്തൽ, കൂട്ടുപായസം, ലളിതാ സഹസ്രനാമാർച്ചന എന്നിവയാണ് ദേവിയുടെ പ്രധാന വഴിപാടുകൾ. ഗണപതി ഭഗവാന്റെ ശ്രീകോവിലിന് തൊട്ടടുത്താണ് പാർവതി ദേവിയുടെ ശ്രീകോവിൽ. ഗൗരീശങ്കര ഭാവത്തിൽ പരമേശ്വരൻ കുടികൊള്ളുന്ന ക്ഷേത്രമായതുകൊണ്ടാണ് പാർവതി ദേവി ഇവിടെ കുടികൊള്ളുന്നത്. കിഴക്കോട്ട് ദർശനമായി കയ്യിൽ താമര പിടിച്ച ഭാവമാണ് ദേവിക്ക്. പട്ടും താലിയും ചാർത്തുന്നതാണ് പ്രധാന വഴിപാട്. നിത്യേന 5 പൂജകളും 3 ശിവേലിയുമുള്ള ക്ഷേത്രമാണ് വാമനമൂർത്തിയുടേത്. ശിവക്ഷേത്രത്തിൽ നിത്യേന 3 പൂജകളാണ് പതിവ്. രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ് ദർശന സമയം. വിശേഷ ദിവസങ്ങളിലും ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിലും സൂര്യചന്ദ്ര ഗ്രഹണ ദിവസങ്ങളിലും പൂജാ സമയങ്ങളിൽ മാറ്റമുണ്ടാകും. എല്ലാ മാസവും തിരുവോണം നക്ഷത്ര ദിവസം തന്ത്രി പൂജയും പ്രസാദമൂട്ടും നടത്തിവരുന്നു. ചിങ്ങമാസത്തിലെ അത്തം നാളിൽ കൊടിയേറി തിരുവോണം നാളിൽ ആറാട്ടോടുകൂടി സമീപിക്കുന്ന തിരുവോണ മഹോത്സവമാണ് പ്രധാന വാർഷിക ഉത്സവം. തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് കൊടി വാങ്ങിപ്പോകുന്ന ചടങ്ങും തൃക്കാക്കരയിലെ സവിശേഷതയാണ്. ഉത്സവത്തോടനുബന്ധിച്ച് 10 നാൾ വിശേഷാൽ ശ്രീഭൂതബലിയും ദശാവതാര ചാർത്തും ഇവിടെ നടക്കുന്നു. പൂരാടം നാളിലാണ് ഉത്സവബലി. ഉത്രാടം നാളിലെ പകൽപൂരമാണ് മറ്റൊരു കാഴ്ച. ശിവക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം കുംഭമാസത്തിലെ കറുത്ത ചതുർദശി ദിവസം നടക്കുന്ന ശിവരാത്രി മഹോത്സവമാണ്. ക്ഷേത്രത്തിൽ നിന്നും 4.5 കിലോമീറ്റർ അകലെയുള്ള കാക്കനാട് ബസ് സ്റ്റാൻഡാണ് സമീപമുള്ള ബസ് ഡിപ്പോ. 9 കിലോമീറ്റർ അകലെയുള്ള എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനാണ് സമീപമുള്ള പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ. 22 കിലോമീറ്റർ അകലെയാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. ഭാരതത്തിലെ വാമന സങ്കല്പത്തിലുള്ള വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം.
വൈഷ്ണവ ഭക്ത കവികളായ ആഴ്വാർമാർ പാടിപ്പുകഴ്ത്തിയ 108 ദിവ്യദേശങ്ങളിൽ ഒന്നുകൂടിയാണ് തൃക്കാക്കര ക്ഷേത്രം. ഈ ഓണനാളുകളിൽ വാമനമൂർത്തി ക്ഷേത്ര ദർശനം നടത്തുന്നത് ശ്രേഷ്ഠമാണ്. ഭാർഗവ കേരളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും വാമനമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒപ്പം ഓണാശംസകളും.